അപ്പോൾ ബിസിനസ്സിൽ പണം വരാനുള്ള 3 ഘട്ടങ്ങളുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഒന്ന് വാല്യൂ ഫ്ലോ എന്ന് പറയും. അതായത് നമ്മൾ എത്രമാത്രം മൂല്യം നൽകുന്നു അതിനനുസരിച്ചുള്ള പണമാണ് നമ്മളിലേക്ക് വരുന്നത്. അങ്ങനെയാണ് വഴി. അപ്പൊ വാല്യൂ ഫ്ലോ, ഇപ്പൊ ബിസിനസ്സിൽ പണം ശരിക്കും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അനലൈസ് ചെയ്യേണ്ടത് പണവരവിനെ അല്ല, വാല്യൂ കുറവുണ്ടോ എന്നുള്ളതാണ്. അത് കറക്റ്റ് ഇരുന്ന് അനലൈസ് ചെയ്യണം. അങ്ങനത്തെ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ സിസ്റ്റം ഫ്ലോ എന്ന് പറയും. രണ്ടാമത്തെ സിസ്റ്റം ഫ്ലോ. പണം വരാനും പോകാനും വ്യക്തമായ സിസ്റ്റം വേണം. അത് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന പണത്തിനും വാങ്ങിക്കുന്ന പണത്തിനും കൃത്യമായ സിസ്റ്റത്തിനകത്തൂടെയാണോ ചെയ്യുന്നത്? ഇതൊന്ന് എൻ്റെ പ്രിയപ്പെട്ട ബിസിനസ്സുകാർ എല്ലാവരും ശ്രദ്ധിക്കണം. 99% ആൾക്കാർ ഫെയിൽ ആവുന്ന ഈ ഒറ്റ കാര്യത്തിലാണ്. നമ്മൾ അക്കൗണ്ടന്റ്മാരെ വെക്കും, നമ്മൾ പർച്ചേസറെ വെക്കും, മറ്റ് എല്ലാ ആൾക്കാരും വെക്കും. പക്ഷെ ഇതൊന്നും ആരും ചെയ്യില്ല. അവസാനം നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ മൂന്നാമത്തെ കാര്യം വെച്ചാൽ എനർജി ഫ്ലോ. പണത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ മനോഭാവമാണ് മാറുക. ആ മനോഭാവത്തിനനുസരിച്ചായിരിക്കും പണമുണ്ട്. പണം ഭയപ്പെടുന്നവരിൽ നിന്നും പിന്മാറും, ആത്മവിശ്വാസമുള്ളവരിലേക്ക് പണം അതുകൊണ്ട് ഒഴുകുമെന്നുള്ളത്. അതുകൊണ്ടാണ് ബിസിനസ്സുകാരൻ വലിയ വലിയ ബിസിനസ്സുകാരൻ വലിയ വലിയ ബിസിനസ്സായിട്ട് പിന്നെയും പോകുന്നത്.